ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് സച്ചി. തൻ്റെ മനസ്സിലുള്ള കാര്യം ആരോടും തുറന്ന് പറയാനും വയ്യ. തനിക്ക് ഒരു അച്ഛനാകാനും സാധിക്കില്ല. സച്ചി കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു. ഒപ്പം സന്ധ്യയുമുണ്ട്. സച്ചി അർച്ചനയെന്നല്ല, ഏതൊരു പെണ്ണിനും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണത്. തന്നെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളുടെ അപ്രതീക്ഷിതമായ മാറ്റം അവരിൽ ഒരു സംശയമുണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. അർച്ചനയിൽ ഇപ്പോഴുള്ള സംശയത്തെ ബലപ്പെടുത്തിയാൽ അത് ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അർച്ചന തന്നെ സച്ചിയോട് അത് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സന്ധ്യ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അതാണ് ഡോക്ടർ എൻ്റെ ഇപ്പോഴത്തെ പേടി. എനിക്കൊരു കുഞ്ഞിനെ തരാൻ അർച്ചനയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൾ എന്നെ വിട്ടു പോകും, അല്ലെങ്കിൽ മരിച്ചു കളയും എന്നൊക്കെ പറയുന്നിടത്താണ് ഞാൻ തളർന്നു പോകുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞിന് സാധ്യതയില്ല എന്ന് ഡോക്ടർ ഉറപ്പിക്കുമ്പോൾ എത്ര നാള് ഞാനത് അർച്ചനയിൽ നിന്ന് മൂടി വെക്കുന്നത്? മരണം വരെയോ? ഡോക്ടറിനറിയോ, ഒരേ സമയം അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ ഇന്നലെ മുതൽ ഞാൻ അവൾക്ക് മുഖം കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ മുഖത്ത് ഒളിപ്പിക്കുന്നത് അർച്ചന കണ്ടുപിടിക്കുമോ എന്നൊരു സംശയത്തിലാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ അവളതറിയും, എനിക്ക് ഉറപ്പാണത്. അർച്ചന മാത്രമല്ല, എല്ലാവരും. അന്ന് എന്തിനായിരുന്നു ഇത് മറച്ചു വെച്ചത് എന്ന് അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? എനിക്ക് വളരെ സങ്കടത്തോടെ സച്ചി സന്ധ്യയോട് പറയുന്നു. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇടയ്ക്കേട്ട് സന്ധ്യ പറയുന്നു, അങ്ങനെയല്ല സച്ചി വേണ്ടത്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ച് ഉറമിച്ചിട്ട് ജീവിക്കണം. എനിക്കറിയാം എത്രമാത്രം മുരുകയാണ് സച്ചി ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. എന്തൊക്കെ വന്നാലും സത്യത്തെ നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവൂ. സച്ചി പറഞ്ഞതുപോലെ എന്തായാലും നമ്മൾ ഒരു ദിവസം സത്യങ്ങളെല്ലാം അർച്ചനയെ അറിയിച്ചേ മതിയാവൂ. സാവധാനത്തിലൂടെയാണെങ്കിൽ അർച്ചനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ച് കൊണ്ടുവരാനായി എന്ന് വന്നേക്കാം. പെട്ടെന്ന് ഈ കാര്യം അർച്ചന അറിയുമ്പോൾ ആ ഞെട്ടലിൽ അർച്ചന എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനാവില്ല. ഇരിക്കേണ്ടതും സച്ചി ടെൻഷനോടെ സന്ധ്യയെ നോക്കുന്നു. അത് അർച്ചനയെന്നല്ല, അമ്മയാവാൻ അത്രമാത്രം ആഗ്രഹിക്കുന്ന ഏതൊരു പെണ്ണും അങ്ങനെ തന്നെയാണ്. ഇതുപോലെയുള്ള ധാരാളം ആളുകൾ നമ്മൾക്കിടയിൽ ഉണ്ട് സച്ചി. ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നവർ, എല്ലാ പ്രതീക്ഷകളും ഒറ്റയടിക്ക് അസ്തമിച്ചു പോയവർ, അവരെല്ലാം ചേർന്നതാണ് നമ്മുടെ ഈ സമൂഹം. ഒരു അത്ഭുതത്തിനും സച്ചിയുടെയും അർച്ചനയുടെയും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവില്ലെന്ന് സച്ചിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അർച്ചന എന്ന പെൺകുട്ടിയെ എന്നെക്കാൾ നന്നായിട്ട് സച്ചിക്കറിയില്ലേ? സച്ചിയും ആ കുടുംബത്തെയും അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ്റെയും സച്ചിയുടെയും ആഗ്രഹം അവളിലൂടെ നിറവേറില്ല എന്നവൾ അറിഞ്ഞാൽ അവൾ പറഞ്ഞത് തന്നെ ചെയ്തു എന്ന് വരും. ആത്മഹത്യയെക്കുറിച്ചാവും അവൾ ആദ്യം ചിന്തിക്കുന്നത്. കുഞ്ഞ് എന്ന ആഗ്രഹത്തിനു വേണ്ടി അർച്ചനയെ സച്ചിക്ക് നഷ്ടപ്പെടുത്താനാവുമോ? അമ്മയാകാത്ത ഒരു പെൺകുട്ടിയെ സമൂഹം മറ്റൊരു കണ്ണിൽ കാണുന്നത് പണ്ടായിരുന്നു. ഇപ്പോൾ മനഃപൂർവ്വമായി കുഞ്ഞ് വേണ്ട എന്നും ഒരുമിച്ച് തീരുമാനിക്കുന്ന ആളുകളുടെ ഇടയിലാണ് സച്ചിയും അർച്ചനയും ഞാനും അടക്കമുള്ളവർ ജീവിക്കുന്നത്. അർച്ചനയെ നഷ്ടപ്പെടുത്താൻ സച്ചിക്ക് താല്പര്യമില്ലാത്തിടത്തോളം കാലം അർച്ചന അമ്മയാകില്ല എന്നും അവൾക്ക് അതിനൊരിക്കലും സാധിക്കില്ല എന്ന കാര്യവും അവളിൽ നിന്ന് മറച്ചു വെക്കേണ്ട ബാധ്യതയും സച്ചിക്കുണ്ട്. ഇത്രയും നാളും ഇതൊന്നും അറിയാതെ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിച്ചു. അച്ഛന ഒന്നും അറിയാതെ അങ്ങനെ തന്നെ ജീവിക്കുന്നു. മാറേണ്ടത് സച്ചിയാണെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മനസ്സിലുള്ള കാര്യം മുഖത്ത് പ്രതിഫലിപ്പിക്കരുത് ഒരിക്കലും. അങ്ങനെ വന്നാൽ ഒരു കുഞ്ഞ് എന്ന പോലെ തന്നെ ഭാര്യയും സച്ചിക്ക് ഒരു തോരാ കണ്ണുനീരായി മാറും. ഒരു ഡോക്ടർ ഒരിക്കലും ഒരു പേഷ്യന്റിൽ നിന്ന് മറച്ചു വെച്ചുകൂടാത്ത കാര്യമാണ് ഇത്. എന്നിട്ടും ഞാൻ ഇത് പറയുന്നത് അർച്ചന എൻ്റെ അനിയത്തി പോലെ ആയോണ്ടാ. അവൾ വിഷമിക്കുന്നതും തകർന്നു നിൽക്കുന്നതും എനിക്ക് കാണാൻ കഴിയാത്തോണ്ടാ. ഇനി തീരുമാനം സച്ചിയുടേതാണ്. സച്ചി തീരുമാനിക്കണം. ഇപ്പോൾ സച്ചി അനുഭവിക്കുന്നതൊക്കെ അർച്ചനയെ കൂടി അനുഭവിപ്പിക്കേണ്ടതാണോ എന്ന്, സച്ചിക്ക് അർച്ചനയെ നഷ്ടപ്പെടുത്തണോ എന്ന്. ഇരിക്കട്ടെ, സച്ചി പറയുന്നു, ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇപ്പോഴും ഈ സങ്കടം എനിക്ക് മാത്രം മതി, അത് അർച്ചനയ്ക്കും കൂടി കൊടുക്കണ്ട. ഒന്നും നമുക്ക് അർച്ചനയെ അറിയിക്കണ്ട ഡോക്ടർ. എന്നിൽ നിന്നും അർച്ചന ഒന്നും അറിയില്ല ഒരിക്കലും. എൻ്റെ മുഖത്ത് നിന്ന് ചിരിമാഞ്ഞ് അർച്ചന ഒന്നും കാണുകയുമില്ല, ഉറപ്പാണ്. ഇത് കേട്ട് സന്ധ്യ പറയുന്നു, അതാണ് സച്ചി വേണ്ടത്. സച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അർച്ചനയെ പഴയതുപോലെ തന്നെ സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം. അങ്ങനെ പരസ്പരം സ്നേഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ ഇത് മറക്കാൻ സാധിക്കും, തീർച്ച. എന്നാലും സച്ചിക്ക് ഒരുപാട് വിഷമമുണ്ട് ഉള്ളിൽ. എന്നാലും ആ വിഷമം ഉള്ളിൽ സ്വയം അടക്കാൻ ശ്രമിക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട്. അർച്ചന ബെഡ്ഷീറ്റ് മടക്കാണ്. അവിടേക്ക് സച്ചി വരുന്നു. സച്ചി അർച്ചന ഇങ്ങനെ നോക്കുകയാണ്. അല്ല, താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുന്നു. സച്ചിയേട്ടൻ ഇപ്പോൾ നിന്ന് കാണിച്ച ആ ഭാവം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് നോക്കിയത്. ചിരിക്കാൻ ശ്രമിച്ചതാണോ?
എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, താൻ എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മൂഡ് കളയരുതേ. അതിനെ പോകാൻ മാത്രമുള്ള മൂഡ് സച്ചിയേട്ടൻ ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന് അർച്ചന. അതെ, വീണ്ടും പരിഹസിക്കാൻ തന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആൾക്കാരെന്ന് സച്ചി. പരിഹസിച്ചതല്ല, ഇന്നലെ മുതൽ ഞാൻ സച്ചിയേട്ടനെ കാണുന്നതല്ലേ. സച്ചിയേട്ടൻ്റെ ഓരോ പുതിയ മുഖങ്ങൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നതുമില്ല. എടോ, അത് വേറൊന്നുമല്ല, ഒരു ബിസിനസ് കയ്യിൽ നിന്ന് പോയി. കിട്ടുമെന്ന് കരുതിയതായിരുന്നു. പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. ബിസിനസ് പോയതിലും ടെൻഷൻ. അച്ഛനോട് ഞാനത് എങ്ങനെ പറയും എന്നതായിരുന്നു. ടെൻഷൻ സഹിക്കാതെ വന്നപ്പോൾ എൻ്റെ വരട്ടെ എന്ന് കരുതി അച്ഛനോട് ഞാൻ തന്നെ പറഞ്ഞു. എന്നെ സച്ചി പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ സച്ചിയുടെ അരികിലിരുന്നിട്ട് അർച്ചന ചോദിക്കുന്നു, എന്നിട്ട് നന്ദേട്ടൻ വന്ന സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. സാരമില്ല എന്നും അത് നമുക്ക് പെട്ടതല്ലാത്തോണ്ടും കിട്ടാത്തതാണെന്ന് അച്ഛൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് സമാധാനമായത്. ഇത് കേട്ട് അർച്ചന പറയുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങൾ അച്ഛനിൽ നിന്നും മറച്ചു വെക്കല്ലേ സച്ചിയേട്ടാ. നമ്മൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവസാനം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിൽ നടന്നത്. എനിക്കും ഇപ്പോഴാണ് ഒരു മനസ്സമാധാനമായത്. സച്ചിയേട്ടൻ എന്താ പറ്റിയത് എന്നറിയാതെ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു പോയി. ഇതാണ് കാര്യമെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ സച്ചിയേട്ടനെ കൊണ്ട് അച്ഛനോട് ഈ കാര്യം പറയിപ്പിച്ചേനെയായിരുന്നു. സച്ചിയേട്ടനെ മുഖം മാറിയാൽ എനിക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള എന്നെ ഇതുപോലെ ടെൻഷൻ ആക്കല്ലേ സച്ചിയേട്ടാ. അത് സച്ചിയേട്ടൻ കരുതുന്നതിനേക്കാൾ വലിയ വിഷമം എന്നിലുണ്ടാക്കും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാമെന്ന് സച്ചിയും പറയുന്നു. താൻ സന്തോഷമായിട്ടിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. സോറി അർച്ചന, എക്സ്ട്രീംലി സോറി എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, പോയ കാര്യങ്ങളൊക്കെ പോകട്ടെ, ഇനി നമുക്ക് സന്തോഷം മാത്രം മതി. നമുക്കിടയിൽ ഇനി ഒരു വിഷമവും വേണ്ട. സന്ധ്യ ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ്, മനസ്സ് വിഷമിക്കരുത്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, എങ്കിലേ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റൂ എന്ന്. നമുക്ക് ഒന്നല്ലല്ലോ, 2 പേരല്ലേ. ഇത് കേട്ട് സന്തോഷമുള്ളതുപോലെ അഭിനയിക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട്ടിൽ പോലീസ് വരുന്നുണ്ട്. പോലീസ് ജീപ്പ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. പോലീസുകാര് ജീപ്പിൽ നിന്നും ഇറങ്ങി. പോലീസും കോൺസ്റ്റബിളും അകത്തേക്ക് കയറി വരുന്നു. സ്നേഹയാണ് അവരെ കാണുന്നത്. ആദ്യം സ്നേഹയോട് സേതുമാധവൻ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു, അച്ഛനാണ്. അകത്തുണ്ട്, ഞാൻ വിളിക്കാം. സാറ് അകത്തേക്ക് വരണം. അത്രയും പറഞ്ഞ് സ്നേഹ അകത്തേക്ക് പോയി. പോലീസ് ഓഫീസറും കോൺസ്റ്റബിൾസും അകത്തേക്ക് വന്നു. സേതുവിനെ വിളിച്ചുകൊണ്ട് സ്നേഹയും വന്നു. നമസ്കാരം സാർ. അദ്ദേഹം പറയുന്നു, നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്. ഞാനാണ് നിങ്ങളുടെ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. വരൂ സാർ, ഇരിക്കാമെന്ന് സേതു പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ഇരിക്കാം സാർ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. എല്ലാവരെയും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. ഇത് കേട്ട് സേതു പറയുന്നു, അതെന്താ, വിളിക്കാലോ മോളെ സ്നേഹ. അങ്ങനെ സ്നേഹ എല്ലാവരെയും വിളിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ് അദ്ദേഹം. അവൻ്റെയും അനക്കയും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നു. അദ്ദേഹം സേതുവിനോട് പറയുന്നു, സാറ് പറഞ്ഞത് പ്രകാരം അന്ന് ഈ വീട്ടിൽ നിന്നാരും പുറത്തേക്ക് പോയിട്ടില്ല. നിങ്ങളുടെ ബന്ധുക്കളല്ലാതെ വേറെ ആരും ഇവിടേക്ക് വന്നിട്ടുമില്ല. അന്ന് 6 മണി മുതൽ CCTV ഓഫ് ആയിരുന്നല്ലേ. CCTV എങ്ങനെ ഓഫായെന്ന് അറിയില്ല സാർ എന്ന് സച്ചി പറയുന്നു. സാധാരണ ഇതുപോലെയുള്ള ഫംഗ്ഷൻ നടക്കുമ്പോൾ CCTV നിങ്ങൾ ഓഫാക്കാറുണ്ടോ എന്ന് അദ്ദേഹം സച്ചിയോട് ചോദിച്ചു. ഇല്ല, ചില സമയങ്ങളിൽ താനെ ഓഫാവാറുണ്ട്, അതുപോലെ ശരിയാവാറുമുണ്ട്. കോപ്പറേറ്റർ വന്ന് നോക്കിയിട്ട് മറ്റ് പ്രശ്നങ്ങളില്ലെന്നാ പറഞ്ഞത്. ചിലപ്പോൾ സാധാരണ പോലെ ഓഫായതായിരിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലും ഓഫ് ചെയ്തതുമാകാം എന്ന് ഓഫീസർ പറയുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് മാറി മാറി നോക്കുകയാണ് അദ്ദേഹം. ഈ കൂട്ടത്തിൽ ആരാണ് അർച്ചന എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാനാണ് സാർ എന്ന് അർച്ചന പറയുന്നു. അർച്ചനയാണ് കേക്ക് ഓർഡർ ചെയ്തതും കൈപ്പറ്റിയതും അല്ലേ? അതെ സാർ എന്ന് അർച്ചനയും പറയുന്നു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത കേക്കല്ല അവർ കൊണ്ടുവന്നത്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കേക്ക് മാറിയിട്ടില്ല എന്നും ഞാൻ പറഞ്ഞതാണ് കൊടുത്തു വിട്ടത് എന്നും പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നു, ബേക്കറി ഉടമ ഞങ്ങൾക്ക് തന്ന മൊഴിയിൽ അർച്ചന ഓർഡർ ചെയ്തിരുന്നത് മാംഗോ ഫ്ലേവർ കേക്ക്. കൊണ്ടുവന്ന ഡെലിവറി ബോയും പറഞ്ഞത് അത് ബേക്കറിയിൽ നിന്നും അർച്ചനയുടെ കയ്യിൽ എത്തുന്നത് വരെ അത് മാംഗോ ഫ്ലേവർ കേക്ക് ആയിരുന്നു എന്നാണ്. അത് ഈ വീട്ടിലെത്തി മുറിച്ച് കഴിച്ചപ്പോൾ വാനില കേക്കായിട്ട് മാറി. അർച്ചന പറയുന്നു, അതാ സാർ എൻ്റെയും സംശയം. അതിനിടയിൽ എന്താ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. അർച്ചനയ്ക്ക് അങ്ങനെ ഒരു സംശയം വന്നത് ഈ വീട്ടിൽ ആരെയോ അർച്ചനയ്ക്ക് സംശയമുള്ളത് കൊണ്ടല്ലേ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അർച്ചന ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്നും പറയുന്നു. ഈ വീട്ടിൽ ആരെയും ഞങ്ങൾക്ക് അങ്ങനെ സംശയമില്ല സാർ, കാരണം എല്ലാവരും കേക്ക് കഴിച്ചിരുന്നു എന്ന് സേതു. തെറ്റ്, എല്ലാവരും കഴിച്ചിട്ടില്ല സാർ. അർച്ചനയും ഗർഭിണിയായ സഹോദരിയും കഴിച്ചിട്ടില്ല. എന്താ അർച്ചനെ, ശരിയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അതേ സാർ എന്ന് അർച്ചന. അതെന്തായിരുന്നു കഴിക്കാതിരുന്നത് എന്ന് അദ്ദേഹം. അത് കേക്ക് മാറിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. ബേക്കറിയിൽ വിളിച്ച് തിരിച്ചു വന്നപ്പോൾ പിന്നെ അടുക്കളയിൽ തിരക്കായിപ്പോയി. അദ്ദേഹം പറയുന്നു, കേക്ക് മാറിപ്പോയി ഇപ്പോൾ ടെൻഷനായെന്ന് അർച്ചന ഇപ്പോൾ പറയുന്നു. അതെന്താ ടെൻഷനായത്? മാംഗോ കേക്ക് ഓർഡർ ചെയ്തു, വാനില കേക്ക് കഴിച്ചു. അതിൽ ടെൻഷനാവാൻ എന്തിരിക്കുന്നു? എന്ത് പറയണമെന്ന് അർച്ചനയ്ക്ക് അറിയില്ല. അവൻ്റെ കേ ചൂണ്ടിക്കാണിക്കാനും പറ്റില്ല. അദ്ദേഹം പിന്നെയും പറയുന്നു, അത് എന്തെങ്കിലും കാരണം കൊണ്ട് ടെൻഷനായതായിരിക്കാം. അത് പോട്ടെ, അത് പിന്നീട് സംസാരിക്കാം.
ഈ നന്ദൻ എന്ന് പറയുന്നത്? അവിടേക്ക് നന്ദനും എത്തി. ഞാനാണ് സാർ എന്ന് പറയുന്നു. ഞാനാണ് സാർ നന്ദൻ എന്ന് പറയുന്നു. നന്ദന്റെ ബർത്ത്ഡേ ആഘോഷത്തിനിടയിലാണ് ഇത് മുഴുവനും സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം നന്ദൻ കുറെ കാലം ഈ നാട്ടിൽ ഇല്ലായിരുന്നല്ലേ? അതെ സാർ എന്ന് നന്ദനും. നന്ദന്റെ മിസ്സിംഗ് കേസ് പെറ്റീഷൻ ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ വായിച്ചിരുന്നു. നന്ദൻ ആ കാലയളവിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലാൻ മാത്രം പകയുള്ള ശത്രുക്കൾ ആരെങ്കിലും? പെട്ടെന്ന് അവന്തിക ഇങ്ങനെ പോലീസിനെ നോക്കുന്നു. അനഘ അവന്തികയും നോക്കുന്നു. അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. നന്ദനും നോക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇല്ല സാർ, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ, ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമായേനെ. സേര് പറയുന്നു, സാർ, ഞങ്ങൾ എല്ലാവരും പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ദേഷ്യമോ പകയോ ഞങ്ങൾക്ക് ആർക്കുമില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു സാർ, പറയുന്നേ ഉള്ളൂ സാർ. ഇപ്പോഴത്തെ കാലമല്ലേ, മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. പ്രസവിച്ച് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന നാടാണിത്. അതുകൊണ്ട് ആരെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഈ കാലത്ത്. ഇത് കേട്ട് അവന്തിക പറയുന്നു, അച്ഛൻ പറഞ്ഞത് ശരിയാണ് സാർ. ഞങ്ങൾ ഈ വീട്ടിലുള്ളവരെല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത്. പക്ഷെ ഓരോരുത്തരും വന്ന് കയറിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബന്ധുക്കളായതുകൊണ്ട് സംശയിക്കാനുമാവില്ല. ആ വിശ്വാസവും സ്നേഹവും അവർ മുതലെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സാർ. ഇത് കേട്ടപ്പോൾ അർച്ചന ടെൻഷനാകുന്നു. ഈ വീട്ടിൽ അംഗമല്ലാത്ത ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ മീരയെ നോക്കുകയാണ് അവന്തിക. നിങ്ങൾ ആരാണെന്ന് മീരയുടെ അദ്ദേഹം ചോദിക്കുന്നു. എൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയാണെന്ന് സന്ദീപും. സാർ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നതാണെന്ന് ആതിര പറയുന്നു. നിങ്ങളുടെ പേര് എന്താണെന്ന് അദ്ദേഹം മീരയോട് ചോദിച്ചപ്പോൾ മീര എന്ന് പറഞ്ഞു. മീര നല്ല ടെൻഷനിലാണ്. അപ്പോൾ നിങ്ങളുടെ പേരോ എന്ന് അവന്തികയോട് ചോദിക്കുന്നുണ്ട്. അവന്തിക പേര് പറഞ്ഞു. അവന്തിക ഇപ്പോൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവന്തികയ്ക്ക് മീരയെ നല്ല സംശയമുണ്ടെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അങ്ങനെ സംശയിക്കത്തക്ക വിധം എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മീര പറയുന്നു, ഇല്ല സാർ, ഞാൻ കേക്ക് കഴിച്ച് ഇവരോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. എന്നിട്ട് നല്ല ഭയത്തോടെ കൈകൂപ്പി ഇങ്ങനെ ടെൻഷനോടെയും നിൽക്കുകയാണ് മീര. മീരയുടെ അടുത്തേക്ക് അദ്ദേഹം പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.